സോ ഇന്നത്തെ സെഷനിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഫുജിഷ്ക ERP നമ്മളൊരു പർച്ചേസ് എൻട്രി ചെയ്യാന്നുള്ളതാണ്. സോ നമുക്കൊരു ട്രാൻസാക്ഷനിൽ പോലെ പർച്ചേസ് എന്നുള്ള ഓപ്ഷൻ കാണാം. ഇതിൽ പർച്ചേസിൽ പോയതിന് ശേഷം നമ്മളിവിടെ സപ്ലയർ നെയിം എന്താണോ അതൊന്ന് സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ സപ്ലയറിൻ്റെ ഇൻവോയ്സ് നമ്പർ ഒന്ന് കൊടുക്കാം. അതിനുശേഷം നമുക്ക് പേയ്മെൻറ്റ് ടൈപ്പ് ഏതാണോ, ക്യാഷിനാണോ ക്രെഡിറ്റിലാണോ ബാങ്ക് ആണോ എന്നുള്ളത് ഇവിടുന്ന് സെലക്ട് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ഒന്നില്ലെങ്കിൽ ബാർകോഡ് വെച്ചിട്ട് പ്രൊഡക്റ്റ് സെർച്ച് ചെയ്യാം, അല്ലെങ്കിൽ സ്കാൻ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് മാനുവലായിട്ട് ഒന്ന് എൻ്റർ ചെയ്തിട്ട് ഈ ഒരു പ്രൊഡക്റ്റ് ഒന്ന് സെർച്ച് ചെയ്തു. അതിനുശേഷം നമുക്കിവിടെ കാണാം നമ്മൾ ക്വാണ്ടിറ്റി എത്രയാണോ അത് ആഡ് ചെയ്യുക. അതിനുശേഷം താഴെ പോയിട്ട് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റ് നമ്മുടെ ആ ഒരു ഇൻവോയ്സ് ലിസ്റ്റിലേക്ക് ആഡ് ആയിക്കോളും. ഇനി ഇൻ കേസ് ഇപ്പോൾ നമ്മൾ 10 എണ്ണം ഒരു പ്രൊഡക്റ്റ് എടുക്കുന്ന സമയത്ത് 2 എണ്ണം അവർ ഫ്രീ ആയിട്ടാണ് തരുന്നതെങ്കിൽ നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ ഫ്രീ ഗുഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇതിലൊന്ന് ടിക്ക് ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു ക്വാണ്ടിറ്റി നമ്മുടെ സ്റ്റോക്കിലേക്ക് ആഡ് ആവുകയും ചെയ്യും. എന്നാൽ അതിന് നമുക്ക് അധികം കോസ്റ്റ് കാര്യങ്ങളും സീറോ ആയിട്ടായിരിക്കും നമ്മുടെ നെറ്റ് എമൗണ്ടിൽ എഫക്റ്റ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഫ്രീ ഗുഡ്സ് ടിക്ക് ചെയ്തിട്ട് ഒരു 2 ക്വാണ്ടിറ്റി കൊടുത്ത് ഇതൊന്ന് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ നോക്കുമ്പോൾ കാണാം നമ്മളുടെ 10 എണ്ണത്തിൻ്റെ നെറ്റ് എമൗണ്ട് നമുക്കിവിടെ 100 വന്നിട്ടുണ്ട്. ഫ്രീ ഗുഡ്സ് നമ്മൾ ടിക്ക് ചെയ്തതിൽ നമുക്ക് 0 വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മളൊന്ന് സബ്മിറ്റ് ചെയ്തിട്ട് ഒന്ന് ഓക്കെ ക്ലിക്ക് ചെയ്താൽ ഈ ഒരു പർച്ചേസ് ഇൻവോയ്സ് നമ്മുടെ കയ്യിൽ സേവ് ആവും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ടെംപ്ലേറ്റ് വരുന്നത്. അപ്പോൾ നമുക്കിതിൽ എല്ലാ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ പ്രിൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പർച്ചേസിൻ്റെ ലിസ്റ്റും കാര്യങ്ങളും കാണണമെങ്കിൽ ലിസ്റ്റ് എടുത്താൽ നമ്മളിപ്പോൾ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ പർച്ചേസസും നമുക്കിതിൽ കാണാൻ പറ്റും. ഇത് നമുക്ക് ഇവിടുന്ന് തന്നെ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ, അതുപോലെ തന്നെ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും ഇവിടുന്ന് തന്നെ വാനിലേക്ക്. പിന്നെ നമുക്ക് പ്രിൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. നമുക്ക് പർച്ചേസിൻ്റെ ഒരു കേസിൽ വരുമ്പോൾ ഓൾറെഡി നമ്മൾ സപ്ലയർ നെയിമും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്തിട്ടുണ്ട്. നമുക്കിപ്പോൾ വലിയ വലിയ പർച്ചേസ് എൻട്രീസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഇപ്പോൾ ഒരു 50 പ്രൊഡക്ട്സ് ഒക്കെ ആഡ് ചെയ്തു. അതിനുശേഷം നമുക്ക് പിന്നെയും കുറച്ച് കഴിഞ്ഞിട്ടാണ് ബാക്കി പ്രൊഡക്ട്സ് ആഡ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്കതിൽ സേവ് ടു ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ കറൻ്റ്ലി ജസ്റ്റ് ഒരു 2 പ്രൊഡക്ട്സ് ഒന്ന് ആഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ സബ്മിറ്റ് കൊടുക്കുന്നതിന് പകരം ഇവിടെ സേവ് ടു ഡ്രാഫ്റ്റ് എന്നുള്ള ഓപ്ഷനിൽ പോയിട്ട് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അതിനുശേഷം മീതെ പോയിട്ട് ഓപ്പൺ ഡ്രാഫ്റ്റിൽ പോയാൽ നമുക്ക് ആ ഒരു സപ്ലയറിൻ്റെ നമ്മൾ സേവ് ചെയ്ത് വെച്ചിട്ടുള്ള ഡ്രാഫ്റ്റ് കാണാൻ പറ്റും. ഇനി ഇതൊന്ന് ജസ്റ്റ് ക്ലോസ് ചെയ്യുക. ഇവിടെ പോയിട്ട് റീസെറ്റ് ചെയ്തിട്ട് എനിക്ക് ബാക്കിയുള്ള വേറെ എന്തെങ്കിലും പർച്ചേസ് എൻട്രി ഉണ്ടെങ്കിൽ അത് നമുക്ക് ചെയ്യാം. പിന്നെ എപ്പോഴാണോ എനിക്കിത് എഡിറ്റ് ചെയ്തിട്ട് ന്യൂ പ്രൊഡക്ട്സ് ഈ ഒരു ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ സെലക്ട് ദിസ് പർച്ചേസ് എന്ന് പറഞ്ഞിട്ട് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നേരത്തെ നമ്മൾ ആ ഡ്രാഫ്റ്റിൽ ഇട്ട് വെച്ചത് ഇവിടുന്ന് കാണാൻ പറ്റും. അതിന് ശേഷം എനിക്കിനി അടുത്ത പ്രൊഡക്റ്റ് എന്താണോ ആഡ് ചെയ്യേണ്ടത് അത് ഇവിടുന്ന് സെർച്ച് ചെയ്യുക. അതും കൂടി നമുക്ക് എത്ര വേണമെങ്കിലും പ്രൊഡക്റ്റ് ആഡ് ചെയ്തു. അതുപോലെ നമുക്ക് ബാക്കി എത്ര പ്രൊഡക്ട്സ് വേണമെങ്കിലും ഇതിലൊന്ന് ആഡ് ചെയ്തിട്ട് അതിനുശേഷം സബ്മിറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇതാണ് നമുക്ക് നമ്മുടെ ഡ്രാഫ്റ്റിൻ്റെ ഒരു കൺസെപ്റ്റും കൂടി വരുന്നത്. സോ ഇത്രയാണ് നമുക്ക് നമ്മുടെ പർച്ചേസിൽ വരുന്നത്.